നോ ക്യാമറ, നോ മൊബൈൽ ഫോൺ അലോഡല്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ കയറാത്തത്. ഈ പറഞ്ഞ പോലെ നശിപ്പ് പിടിച്ച കടലായ കാരണം ബ്ലോക്ക് വളരെ ദയാനികമാണ്. എന്നാലും നമ്മൾ വിചാരിച്ച പോലെടാ, കടല് നോക്കിയേ കരയിലേക്ക് വരെ വെള്ളം അടിച്ചു തുടങ്ങി. അത്രയും ഡേഞ്ചറായിട്ട് നിൽക്കണത് കടല്. ഫ്രൂട്ട്സ് പിന്നെ അങ്ങോട്ട് കൂടെ വേറെ ഒന്നുമില്ല. അഭ്യാസം കാണിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞിരിക്കാം. അതാണ് ഇവിടെ ഉള്ള പ്രത്യേകത. എൻ്റെ പോലെ അത് മികച്ച കാര്യം. രക്ഷയില്ല, കൊടുക്കത്ത് തിരക്കാട്ടോ. വെക്കേഷൻ ആയ കാരണം തോന്നുന്നുണ്ട്. ഏഴ് ദിവസം പിടിച്ച് വന്നപ്പോഴും ഞാൻ ചിന്തിച്ചില്ല എത്ര തിരക്കുണ്ടാവുമെന്ന്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് ബ്ലോക്ക്. രണ്ട് പ്രത്യേകത ഒടുക്കത്തെ നിന്നാ മതി തന്നെ കൊള്ളും. ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞല്ലേ 6 മാസം അപ്പുറത്തും 6 മാസം അപ്പുറത്തും കടലിപ്പുറത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല നമ്മളെ. ലൈറ്റ് ഹൗസ് പ്രത്യേകിച്ച് ചെയ്യില്ല, എന്നാലും കുഴപ്പമില്ല. വൈബ കഞ്ചറോടെ
കഴിഞ്ഞാൽ എന്താ പറയൂ ഒരു മുട്ടങ്ങ കാണില്ലേ ഭാഗത്ത് കാറ്റ് കുറവാ ഈ സൈഡ് ഞാൻ കാണിച്ചിട്ടുള്ള കുറച്ച് സൈഡിൽ കുറേ കടകൾ ഞാൻ ഫസ്റ്റ് ടൈമാ ഇതിന് മുകളിൽ കയറണത് തന്നെ ലൈറ്റ് ഹൗസിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ചുറ്റും വെയിലിട്ടിട്ടുണ്ട് ഒരു പ്രത്യേകത ഉണ്ട് ഈ ഭാഗത്തൊന്നും കറണ്ടില്ലേ ഒക്കെ സോളാറാ എല്ലാ ആ കൊച്ചപ്പാടും ബഹളാ ഫൈനലി നമ്മൾ രാമേശ്വരത്ത് നിന്ന് പോടാ ധനുഷ്കോടിയിൽ നിന്ന് ഇവിടെ ഒരു ഹാർബറുണ്ട് അതും കൂടി കണ്ടിട്ട് പോവാം അത് മുൻകാലങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ട് ഹാർബറിലേക്ക് ഇതിൻ്റെ ഒരു വഴി ഉണ്ടായിരുന്നു അതായത് മുൻകാലങ്ങളിലൂടെ മുൻകാലത്തിൻ്റെ അവിടെ നിൽക്കാനുള്ള ആ മുൻകാലങ്ങളിലൂടെ മെയിനായിട്ടുള്ള കപ്പൽ മാർഗം വഴി ചരക്ക് ഗതാഗതം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഹാർബർ തന്നെ പണിത് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നീട് ഉണ്ടായ ചുഴലിക്കാറ്റിൽ അത് പൂർണ്ണമായിട്ടും നശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ ഗവൺമെൻറ് വേറെ ഒരെണ്ണം കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട്. ഞാൻ കാണിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഹാർബർ വീള വഴി വഴിയാകെ വളരെ ദയാനികമാണ്. എന്നാലും ആരും വരാറില്ല തോന്നുന്നുണ്ട്. നാട്ടാർ പിടിച്ച് കെട്ടിയിടും. പട്ടിപ്പൊട്ടന്മാരില്ലോ കുറെ. ഹാർബർ ആ ഓക്കെ. ഇത് ഇവിടുത്തെ ഈ കാണുന്ന വീടുകളില്ലേ ഇതൊക്കെ ഇവിടുത്തെ വീടുകളോ. ഇവരൊക്കെ സ്ഥിരം താമസിക്കണവരാന്ന് ആലോചിക്ക്. അപ്പോൾ ഇവിടെയുള്ള ഈ ആൾക്കാർ ഇത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ടെന്ന്. ഇതേപോലത്തെ ഒരു ഹാർബർ അപ്പുറത്ത് തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ടെന്ന്. അവിടുത്തെ കടൽ ഈ പറഞ്ഞ പോലെ നശിപ്പ് പിടിച്ച കടലായ കാരണം അത് പൊട്ടിപ്പൊളിഞ്ഞു പോയിന്ന്. അതാണ് അവിടുത്തെ ഹാർബർ.
ആൾക്കാർ മീൻ പിടിക്കണ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഹാർബർ ഞാൻ കാണുന്നത്. ഒരു കൂടെ മീൻ പിടിക്കാൻ പോകാൻ പറ്റണോ? ഇവിടെ ബോട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ എനിക്ക് അറിയണ്ടായിരുന്നില്ലേ പുള്ളിയുടെ വീട് ഇവിടെയാന്നുള്ളത്. മുഖമൊക്കെ ഇരിക്കണമെങ്കിൽ ഇവിടെയാന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് പറയണത്. ഇതാണ് അബ്ദുൽ കലാമിനെ അടക്കം ചെയ്തിട്ടുള്ള സ്ഥലം കേട്ടോ. അബ്ദുൽ കലാം എന്നാണ് അദ്ദേഹത്തെ. ഇതാണ് APJ അബ്ദുൽ കലാം എന്ന മഹത്തായ വ്യക്തിയുടെ സമാധി ഇവിടെയാണ്, അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. പക്ഷേ എന്തൊക്കെ മെസ്സേജില്ല, ഇത് കണ്ട നോ ക്യാമറ നോ മൊബൈൽ ഫോൺ അലോഡല്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ കയറാത്തത്. അപ്പോൾ ഞാൻ രാമനാഥപുരം പോയിട്ട് ഞാൻ പോകാന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ വളവാണ്. അപ്പോൾ റൂട്ട് കയറാൻ അപ്പോൾ പിന്നെ കുറച്ച് ഷോർട്ട് അറിഞ്ഞത് ഈ ഗ്രാമത്തോട് ഫോണിൻ്റെ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ വിളിച്ചാൽ എന്ത് ചെയ്യുക, വേറെ വഴിയില്ലേ. നേരെ തൂത്തുകൂടി വെച്ച് പിടിക്കാൻ കിട്ടാം. ഓക്കെ, എന്തായാലും നാളെ കാണാം. ബൈ.